2026 12 മുതൽ 22 വരെ. IT മോഡൽ പരീക്ഷ ജനുവരി മാസം 12 മുതൽ 22 വരെ. SSLC IT പരീക്ഷ 2026 ഫെബ്രുവരി മാസം 2 മുതൽ 13 വരെ. SSLC മോഡൽ പരീക്ഷ 2026 ഫെബ്രുവരി മാസം 16 മുതൽ 20 വരെ. അപേക്ഷയും പരീക്ഷാ ഫീസും പിഴ കൂടാതെ ഒടുക്കേണ്ട തീയതി 2025 നവംബർ 12 മുതൽ 19 വരെ. പിഴയോടുകൂടി അപേക്ഷ സ്വീകരിക്കുന്ന തീയതി നവംബർ 21 മുതൽ 26 വരെ. മൂല്യനിർണ്ണയം 2026 ഏപ്രിൽ 7 മുതൽ 25 വരെ. ഫലപ്രഖ്യാപനം പ്രതീക്ഷിക്കുന്ന തീയതി 2026 മെയ് 8. ഗൾഫ് മേഖലയിൽ 7 കേന്ദ്രങ്ങളും ലക്ഷദ്വീപിൽ 9 കേന്ദ്രങ്ങളും ഉൾപ്പെടെ ആകെ 3000-ഓളം കേന്ദ്രങ്ങളാണ് പരീക്ഷയ്ക്കായി സജ്ജമാക്കുന്നത്. 4,25,000 കുട്ടികളാണ് 2026 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്നത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ഉം 2ഉം വർഷ പരീക്ഷ. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ പൊതുപരീക്ഷകൾ 2026 മാർച്ച് 5 മുതൽ മാർച്ച് 27 വരെ നടക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ പൊതുപരീക്ഷ 2026 മാർച്ച് 5 മുതൽ മാർച്ച് 27 വരെ നടക്കും. 2ാം വർഷ പൊതുപരീക്ഷകൾ മാർച്ച് 6 മുതൽ മാർച്ച് 28 വരെ നടക്കും. 1ാം വർഷ പൊതുപരീക്ഷകൾ ഉച്ചയ്ക്ക് ശേഷം 1 2ാം വർഷ പൊതുപരീക്ഷകൾ രാവിലെ 9:30 ആരംഭിക്കുന്നതാണ്. വെള്ളിയാഴ്ച രാവിലെ 9:15 തുടങ്ങി ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കും. മാർച്ച് 27 1ാം വർഷ പൊതുപരീക്ഷകളിൽ ഒരു സെഷൻ രാവിലത്തെ സമയക്രമത്തിലും മറ്റൊരു സെഷൻ ഉച്ചയ്ക്കുള്ള സമയക്രമത്തിലുമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സ്കോൾ കേരള മുഖേന അഡീഷണൽ മാത്തമാറ്റിക്സ് രജിസ്റ്റർ ചെയ്ത 125 വിദ്യാർത്ഥികൾക്ക് മാത്രമേ അന്നേ ദിവസം 2 സെഷനിലും പരീക്ഷ വരികയുള്ളൂ. 2ാം വർഷ വിദ്യാർത്ഥികളുടെ പ്രായോഗിക പരീക്ഷകൾ ജനുവരി മാസം 22 ആരംഭിക്കും. ഹയർ സെക്കൻഡറി 1ഉം 2ഉം വർഷ പൊതുപരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള മാതൃകാ പരീക്ഷകൾ ഫെബ്രുവരി മാസം 16 മുതൽ ഫെബ്രുവരി മാസം 26 വരെയുള്ള ദിവസങ്ങളിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പരീക്ഷയുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ച് കഴിഞ്ഞ് വിദ്യാർത്ഥികൾ ഫീസ് കൊടുക്കേണ്ട തീയതി. ഫൈനില്ലാതെ ഫീസ് കൊടുക്കേണ്ട അവസാന തീയതി 2025 നവംബർ മാസം 7. ഫൈനോടെ ഫീസ് കൊടുക്കേണ്ട അവസാന തീയതി നവംബർ 13. സൂപ്പർ ഫൈനോടെ ഫീസ് കൊടുക്കേണ്ട അവസാന തീയതി നവംബർ 25. ഹയർ സെക്കൻഡറി 1ഉം 2ഉം വർഷ പരീക്ഷകൾ ഏകദേശം 9 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുമെന്ന് കരുതുകയാണ്. 2026 1ഉം 2ഉം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കായി കേരളം, ഗൾഫ്, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെയും ചേർത്ത് 2000-ഓളം പരീക്ഷാ കേന്ദ്രങ്ങളുണ്ടാവും. മൂല്യനിർണ്ണയം 2026 ഏപ്രിൽ മാസം 6 ആരംഭിച്ച് മെയ് 22 ഫലപ്രഖ്യാപനം നടത്തുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒന്നുകൂടെ പറയണം. മൂല്യനിർണ്ണയം 2026 ഏപ്രിൽ 6 ആരംഭിച്ച് മെയ് 22 ഫലപ്രഖ്യാപനം നടത്തുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ റെഗുലർ വിഭാഗത്തിൽ 26,822 വിദ്യാർത്ഥികളും 2ാം വർഷം 26,826 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതും. എൻ്റെ കോപ്പി എല്ലാവരും കിട്ടുമല്ലോ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്താൽ മതി. 2ാം വർഷ സ്കിൽ ഇവാലുവേഷൻ 2026 ജനുവരിയിൽ പൂർത്തിയാകും. 1ാം വർഷ സ്കിൽ ഇവാലുവേഷൻ ജനുവരി അവസാന വാരം ആരംഭിക്കും. പരീക്ഷ സംബന്ധിച്ച വിജ്ഞാപനം വരും ദിവസങ്ങൾ പുറത്തിറങ്ങും.
വിശദമായ ടൈം ടേബിൾ ഇതോടൊപ്പം ഉൾപ്പെടുത്തും. ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യം നിങ്ങൾക്കും ഇതോടൊപ്പം തരുന്നുണ്ട്, ഓരോ ദിവസമുള്ളത്. മൊത്തം വായിച്ച ഒരുപാട് സമയമെടുക്കും. SSLC, ഹയർ സെക്കൻഡറി 1, 2 വർഷ പരീക്ഷകൾ, 1-ാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ എന്നിവയോടൊപ്പം 1 മുതൽ 9 വരെ ക്ലാസുകളിലെ വാർഷിക പരീക്ഷയും നടത്തേണ്ടതാണ്. HS അറ്റാച്ച്ഡ് LP വിഭാഗം പരീക്ഷകൾ 2026 മാർച്ച് 12 മുതൽ 26 വരെയും, HS അറ്റാച്ച്ഡ് UP ഹൈസ്കൂൾ വിഭാഗം പരീക്ഷകൾ 2026 മാർച്ച് 6 മുതൽ 27 വരെയുമാണ്. SSLC, ഹയർ സെക്കൻഡറി 1, 2 വർഷ പരീക്ഷകൾ, 1-ാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ നടക്കുന്നതിനാൽ 1 മുതൽ 9 വരെ ക്ലാസുകളിലെ വാർഷിക പരീക്ഷകൾ നടത്തുന്നതിന് മതിയായ ദിവസങ്ങൾ ലഭിക്കാതെ വരുന്നതിനാൽ 1, 2 വർഷ പരീക്ഷകൾ, 1-ാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ നടക്കുന്ന ദിവസങ്ങൾ കൂടി 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ വാർഷിക പരീക്ഷകൾ നടത്തുകയാണ്. ഹൈസ്കൂളിന്റെ ഭാഗമല്ലാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന LP, UP ക്ലാസുകളുടെ പരീക്ഷകൾ പ്രത്യേകം ചോദ്യപേപ്പർ തയ്യാറാക്കി മാർച്ച് 18 മുതൽ നടത്തുന്നതാണ്. 9-ാം ക്ലാസ്സിലെ കുട്ടികൾ SSLC, ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് സ്ക്രൈബായി പരീക്ഷകൾ എഴുതുവാൻ പോകാറുണ്ട്. ആയതിനാൽ SSLC, ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടക്കുന്ന ദിവസം പരമാവധി ഒഴിവാക്കിയാണ് 1 മുതൽ 9 വരെ ക്ലാസുകളിലെ പരീക്ഷകൾ നടത്തുന്നത്. LSS, USS സർട്ടിഫിക്കറ്റുകൾ. ഈ വർഷം മുതൽ LSS, USS സർട്ടിഫിക്കറ്റുകൾ പ്രഥമാധ്യാപകരുടെ ലോഗിൻ മുഖേന ഡൗൺലോഡ് ചെയ്യത്തക്ക വിധം ക്രമീകരിക്കുകയാണ്. സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിലെ കാലതാമസം ഇതിലൂടെ ഒഴിവാക്കാൻ കഴിയും. ആയതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം ഈ അവസരത്തിൽ ഇവിടെ നടക്കുകയാണ്. പത്രക്കാർ തന്നെയാണ് നമ്മൾ ശ്രദ്ധയപ്പെടുത്തിയത്. കരിയർ പ്രയാണം പോർട്ടൽ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിൽ തുടർ പഠന തൊഴിൽ മേഖലകളെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകുവാൻ കരിയർ പ്രയാണം എന്ന പേരിൽ കരിയർ ഗൈഡൻസ് പോർട്ടൽ തയ്യാറാക്കിയിട്ടുണ്ട്. യൂണിസെഫിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി സംസ്ഥാനത്തെ വിവിധ ഹയർ സെക്കൻഡറികളിൽ പ്രവർത്തിക്കുന്ന വകുപ്പ് തന്നെ വിദഗ്ധ പരിശീലനം നൽകിയിട്ടുള്ള കരിയർ ഗൈഡുമാരാണ് ഇതിനാവശ്യമായ എല്ലാ വിവരങ്ങളും തയ്യാറാക്കി നൽകിയത്. കൈറ്റാണ് ഇതിന്റെ സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിട്ടുള്ളത്. 24 തൊഴിൽ മേഖലകളിലായി 407ഓളം തൊഴിലുകളാണ് 1-ാം ഘട്ടത്തിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 877 പ്രീമിയർ സ്ഥാപനങ്ങൾ, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 969 തൊഴിലുടമകൾ എന്നിവ വിവരങ്ങൾ ഈ പോർട്ടലിൽ ലഭ്യമാണ്. ഓരോ തൊഴിലിന്റെ യോഗ്യത, കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, വേണ്ട നിപുണികൾ, ഉത്തരവാദിത്വങ്ങൾ, ഉന്നത പഠന സാധ്യതകൾ, മേഖലയിലെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ തുടങ്ങിയവയും പോർട്ടൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ, എൻട്രൻസ് പരീക്ഷകൾ, സ്കോളർഷിപ്പ് എന്നിവയെക്കുറിച്ചും വിവരങ്ങൾ പോർട്ടൽ ലഭ്യമാണ്. കുട്ടികളെ ഓർമ്മപ്പെടുത്തുന്നതിനായി അഡ്മിഷൻ, എൻട്രൻസ് പരീക്ഷകൾ, സ്കോളർഷിപ്പുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സ്കോൾ ചെയ്ത് കാണിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും പരിശീലനം ലഭിച്ച 6687 കരിയർ ഗൈഡർമാർ സംസ്ഥാനത്ത് ലഭ്യമാണ്. ഈ അധ്യാപകരാണ് സ്കൂളുകളിലെ കരിയർ ഗൈഡൻസ് യൂണിറ്റുകൾക്ക് നേതൃത്വം നൽകുന്നത്. നവംബർ മാസം 7 മുതൽ 10 തീയതി വരെയാണ് ശാസ്ത്രോത്സവം പാലക്കാട് വെച്ച് ആരംഭിക്കുന്നത്. 7-ാം തീയതി ഉദ്ഘാടനമാണ്. ഈ ഹയർ സെക്കൻഡറിയുടെ കരിയർ പ്രയാണ പോർട്ടലിന്റെ പ്രവർത്തനം, അതിന്റെ എക്സിബിഷനൊക്കെ നടക്കുന്നത് കോട്ടയത്ത് വെച്ചിട്ടാണ്. ഈ വീഡിയോ ഉണ്ട് നമ്മുടെ കരിയർ പ്രയാണം പോർട്ടലിനെ കുറിച്ചൊരു വീഡിയോ ഉണ്ട്. നമ്മുടെ സബ്ജക്റ്റ് മിനിമം കൂടെ പറഞ്ഞിട്ട് പോരെ. ശരി. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനായി 1 മുതൽ 10 വരെ ക്ലാസുകളിലായി ജനപങ്കാളിത്തത്തോടെ അക്കാദമി നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിപാടി രൂപീകരിക്കുന്നതിന് 2024-25 അധ്യയന വർഷം 8-ാം ക്ലാസ്സിലും 2025-26 അധ്യയന വർഷം 8-9 ക്ലാസുകളിലും എഴുത്തു പരീക്ഷയിൽ സബ്ജക്ട് മിനിമം നടത്തുന്നതിന് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഒരു അധ്യയന വർഷത്തിൽ അതാത് വിഷയങ്ങൾ നേടേണ്ട പഠന ലക്ഷ്യങ്ങൾ ആർജിക്കാതെ തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശനം നൽകുന്നത് കുട്ടികളുടെ അക്കാദമിക് മുന്നേറ്റത്തിന് സഹായകരമല്ല. ഈ സാഹചര്യത്തിൽ അതാത് ക്ലാസ്സിലെ പഠന ലക്ഷ്യം നേടിയെന്ന് ഉറപ്പാക്കുന്നതിനും തുടർ പഠനം സാധ്യമാകുന്നതിനും 2024-25 അധ്യയന വർഷം 8-ാം ക്ലാസ്സിലെ എഴുത്ത് പരീക്ഷയിൽ സബ്ജക്ട് മിനിമം ഏർപ്പെടുത്തിയിരുന്നത്. എഴുത്ത് പരീക്ഷയിൽ സബ്ജക്ട് മിനിമം
ആർജിക്കാത്ത കുട്ടികൾക്ക് സ്കൂൾ അധ്യയന വർഷ ആരംഭത്തിൽ ബ്രിഡ്ജ് കോഴ്സുകൾ നൽകി പഠന പിന്തുണ നൽകിയിരുന്നു. കുട്ടികളുടെ ശക്തിയും പരിമിതിയും കണ്ടെത്തി പരിമിതികൾ മറികടക്കാൻ ആവശ്യമായ പിന്തുണ നൽകുന്ന പ്രവർത്തനമാണ് 2025 മാർച്ച് വാർഷിക പരീക്ഷയുടെ തുടർച്ചയായി എഴുത്തു പരീക്ഷയും 30% മാർക്ക് ലഭിക്കാത്ത 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഏപ്രിൽ മാസം ഒരുക്കിയ ജനപിന്തുണ പ്രവർത്തനം നമ്മുടെ സമൂഹം വളരെയേറെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഈ അധ്യയന വർഷം സ്കൂൾ അധ്യയന ആരംഭത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നതിന് 2025 മെയ് 23 സർക്കുലർ പുറപ്പെടുവിക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ ജൂൺ 13 വരെ ലഹരിക്കെതിരായിട്ടുള്ള പ്രതിരോധം, ട്രാഫിക് നിയമങ്ങൾ, ശുചിത്വം, മാലിന്യ സംസ്കരണം, ആരോഗ്യശീലങ്ങൾ, ഡിജിറ്റൽ അച്ചടക്കം, പൊതുമുതൽ സംരക്ഷണം, പരസ്പര സഹകരണം എന്നീ വിഷയങ്ങളിൽ 2025 ജൂൺ 3 മുതൽ 13 വരെ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. ഒരു അധ്യയന വർഷത്തിൽ വിവിധ വിഷയങ്ങളിൽ നേടേണ്ട പഠന ലക്ഷ്യങ്ങൾ ആർജിക്കാതെ തൊട്ടടുത്ത ക്ലാസുകളിലെ പഠനത്തിന് വിലങ്ങ് തടിയാകും. ഈ സാഹചര്യത്തിൽ ഈ അധ്യയന വർഷം 1 മുതൽ 9 വരെ ക്ലാസുകളിലെ പാദവാർഷിക പരീക്ഷകളുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പഠന പിന്തുണ ക്ലാസുകൾ 2025 സെപ്റ്റംബർ 15 മുതൽ 29 വരെ നടത്തിക്കൊണ്ട് സബ്ജക്ട് മിനിമം നടപ്പിലാക്കിയിട്ടുണ്ട്. പല സ്കൂളുകളിലും ഇതിൽ തുടർ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്.